CMR ലെക്സാലോജിക് സാമ്പത്തിക ഇടപാട് കേസിൽ പരമാവധി തെളിവുകൾ ശേഖരിച്ച് ഇഡി. വീണ ടി, മുഹമ്മദ് റിയാസ് എന്നിവരുടെ സുഹൃത്തുക്കൾ അടക്കമുള്ളവർക്ക് ഉടൻ സമൻസ് അയക്കാനാണ് നീക്കം. വീണ ദുബായിലേക്ക് 85 ലക്ഷം കൈമാറിയിട്ടുണ്ടെന്നാണ് കണ്ടെത്തൽ. വിദേശ പണമിടപാടുകളിൽ ദുരൂഹതയുള്ളതിനാൽ ഫെമ നിയമപ്രകാരം കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്താനാണ് തീരുമാനം. കോഴിക്കോട് നടത്തിയ റെയ്ഡുകളിൽ നിന്ന് പിടിച്ചെടുത്ത രേഖകളും അന്വേഷണ സംഘം വിശദമായി പരിശോധിക്കുകയാണ്. റാംഷാ CP വിശദാംശങ്ങൾ നൽകാൻ. ഗുഡ് മോർണിംഗ് റാംഷാ. ഈ 85 ലക്ഷം എങ്ങോട്ട് എന്നുള്ളതാണ് കൃത്യമായി കണ്ടെത്താനുള്ളത്, അല്ലെങ്കിൽ അന്വേഷിക്കുന്നത് ED എന്നുള്ളതാണ്. അതിനു മുൻപായി വീണ ടി, മുഹമ്മദ് റിയാസ് എന്നിവരുടെ സുഹൃത്തുക്കൾ അടക്കമുള്ളവർക്കുള്ള സമൻസ് അയക്കണം. അതിനു മുന്നോടിയായി കൃത്യമായി പരമാവധി തെളിവുകൾ ശേഖരിക്കുക എന്നുള്ളതാണ്. അത് ശേഖരിച്ചിട്ടുണ്ട് ED എന്നാണ് വ്യക്തമാവുന്നത്. മറ്റു വിവരങ്ങൾ എങ്ങനെയൊക്കെയാണ്? ഇനി അന്വേഷണം എങ്ങനെ? ഗുഡ് മോർണിംഗ് കീർത്തന, ശ്രുതി. CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട രണ്ടാം ഘട്ട റെയ്ഡ് കഴിഞ്ഞ ദിവസമാണ് ED പൂർത്തീകരിച്ചത്. കോഴിക്കോട് മുഹമ്മദ് റിയാസിന്റെ സുഹൃത്തുക്കളും അതോടൊപ്പം സ്ഥാപനങ്ങളിലും വീടുകളിലുമൊക്കെയായാണ് ഈ റെയ്ഡുകൾ ഉണ്ടായിരുന്നത്. ഇതിന് പിന്നാലെ ചോദ്യം ചെയ്യലിലേക്ക് കടക്കുന്നു എന്നതാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ഇതിന്റെ ഭാഗമായി സമൻസ് വീണ ടിക്കും അതോടൊപ്പം തന്നെ വീണ ടിയുടെയും മുഹമ്മദ് റിയാസിന്റെയും സുഹൃത്തുക്കൾക്കും ഉൾപ്പെടെ ഈ സമൻസ് അയച്ച് ചോദ്യം ചെയ്യലിലേക്ക് കടക്കും എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിന്റെ ഭാഗമായി കൂടുതൽ തെളിവുകൾ ശേഖരിക്കുകയാണ് ED എന്നതാണ്. നേരത്തെ കഴിഞ്ഞ ദിവസം നടന്ന റെയ്ഡുമായി ബന്ധപ്പെട്ട ഒരു ഡയറി പിടിച്ചെടുത്തിരുന്നു. ഈ ഡയറിയിൽ നിന്ന് വീണ ടിയുടെ 20 കോടി രൂപയുടെ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ EDക്ക് ലഭിച്ചിട്ടുണ്ട് എന്നതാണ് പുറത്തുവരുന്ന വിവരം. അതോടൊപ്പം തന്നെ 85 ലക്ഷം രൂപ ദുബായിലേക്ക് ട്രാൻസ്ഫർ ചെയ്തതുമായി ബന്ധപ്പെട്ട രേഖകളും EDക്ക് ലഭിച്ചിട്ടുണ്ട് എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിൽ ചില ചട്ടലംഘനങ്ങൾ ഉണ്ട് എന്ന് കൂടിയാണ് EDയുടെ കണ്ടെത്തൽ. അത് ഫെമ നിയമപ്രകാരം കേസ് അന്വേഷിക്കണം എന്ന നിലപാടിലാണ് ED ഇപ്പോൾ ഉള്ളത്. ഏതായാലും സമൻസ് അയച്ച് വീണ ടിയെ രണ്ടാം ഘട്ട ചോദ്യം ചെയ്യലിന് വേണ്ടി വിളിച്ചു വരുത്തും. അതോടൊപ്പം തന്നെ നേരത്തെ ഈ റെയ്ഡ് നടത്തിയ സ്ഥാപനങ്ങളുടെ ഉടമകൾ, അത് വീണ ടിയുടെയും മുഹമ്മദ് റിയാസിന്റെയും സുഹൃത്തുക്കളാണ്. അവരെ ഉൾപ്പെടെ സ്ഥാപനത്തിലെയും വീടുകളിലുമൊക്കെ റെയ്ഡ് നടന്നിരുന്നു. ആ സുഹൃത്തുക്കളെ കൂടി സമൻസ് അയച്ച് വിളിച്ചു വരുത്താനും ചോദ്യം ചെയ്യാനുമാണ് ED തയ്യാറെടുക്കുന്നത്. ഇതിന്റെ ഭാഗമായി കൂടുതൽ തെളിവുകൾ ശേഖരിക്കുകയാണ് ED എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കീർത്തന, ശ്രുതി. യെസ്, വ്യക്തമാണ്. റാംഷാ CP വിശദാംശങ്ങൾ നൽകിയത്.